വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സുകളാണ് പഠിക്കാൻ പോകുന്നത്. ഏത് എക്സാമിന് പോകുന്ന കുട്ടികളായിക്കോട്ടെ, ഹോട്ട് ടോപ്പിക്സുകൾ അത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചേ തിരിക്കും. അപ്പൊ ഇന്നത്തെ രണ്ട് ഹോട്ട് ടോപ്പിക്സ് ആട്ടെന്ന് നമ്മൾ പഠിക്കണം. അതിൽ ആദ്യത്തത് വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. അപ്പൊ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോ വിദ്യാഭ്യാസ കമ്മീഷൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയില് ആദ്യമായിട്ട് ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിക്കുമ്പോൾ റിപ്പൺ പ്രഭുവാണ് ആദ്യമായി ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുന്നത്. ആ കമ്മീഷന്റെ പേര് ഹണ്ടർ കമ്മീഷൻ എന്നാണ്. അറിയാം അല്ലെ നമുക്ക്. 1882 ആ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. അപ്പോ റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നത്. 1882 ഹണ്ടർ കമ്മീഷനെ റിപ്പൺ പ്രഭു അപ്പോയിന്റ് ചെയ്യുന്നത്. എന്താണ് റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു ഒരു ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. ആ ഹണ്ടർ കമ്മീഷന്റെ സജഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എന്താ ശുപാർശ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശുപാർശ ചെയ്തത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് പ്രാഥമിക വിദ്യാഭ്യാസം, സെക്കൻഡറി വിദ്യാഭ്യാസം. ഇതാണ് ആര് ശുപാർശ ചെയ്തത്? റിപ്പൺ പ്രഭു. അപ്പോ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു റിപ്പൺ പ്രഭു. വർഷം 1882. അടുത്ത ഒരു കമ്മീഷന്റെ പേര് എന്താണ്? സർജന്റ് കമ്മീഷൻ എന്നാണ്. 1944 1944 ഏത് കമ്മീഷൻ വന്നത്? സർജന്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് 1944. എന്താണ് സർജന്റ് കമ്മീഷന്റെ ശുപാർശ? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കണം. അപ്പൊ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്താണ്? രണ്ട് രീതിയിലാ പറയണേ. ഒന്ന് സൗജന്യമാക്കണം, അടുത്തത് എന്താണ്? നിർബന്ധിതമാക്കണം എന്ന് പറഞ്ഞത് ആരാണ്? സർജന്റ് കമ്മീഷൻ ആണ് കേട്ടോ മക്കളെ. അടുത്തത് നോക്കൂ. അടുത്ത വിദ്യാഭ്യാസ കമ്മീഷൻ എപ്പോഴും PSC ആവർത്തിക്കാറുള്ള കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ. രാധാകൃഷ്ണ കമ്മീഷൻ 1948-49 കാലയളവിലാണ് രാധാകൃഷ്ണ കമ്മീഷന്റെ കാലയളവ്. രാധാകൃഷ്ണ കമ്മീഷൻ അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ 1948 കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? രാധാകൃഷ്ണ കമ്മീഷൻ. രാധാകൃഷ്ണ കമ്മീഷൻ എന്തൊക്കെയാ ശുപാർശ ചെയ്തതെന്ന് നിങ്ങൾ പഠിക്കണം. ഒന്ന്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം. എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം എന്നാര് പറഞ്ഞു? രാധാകൃഷ്ണ കമ്മീഷൻ പറഞ്ഞു. ഇനി അദ്ദേഹം എന്താ പറഞ്ഞേ? സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞു. അടുത്തത് 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 10ാം ക്ലാസ്, 11, 12, അതിനുശേഷം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. അങ്ങനെ പറഞ്ഞതാണ് ആര്? രാധാകൃഷ്ണ കമ്മീഷൻ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ റിപ്പൺ പ്രഭുവിന്റെ ഹണ്ടർ കമ്മീഷൻ. അതിനുശേഷം സർജന്റ് കമ്മീഷൻ വന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, സ്ത്രീ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക, UGC കൊണ്ടുവരിക,
12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം എന്നിവ ആര്? നമ്മുടെ രാധാകൃഷ്ണ കമ്മീഷൻ ശുപാർശ ചെയ്തു. അതിനുശേഷം വന്ന കമ്മീഷന്റെ പേര് എന്താണ്? ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. എന്താണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ശുപാർശ ചെയ്തത്? ആ കമ്മീഷൻ നിലവിൽ വന്നത് 1952 ഇദ്ദേഹം ശുപാർശ ചെയ്തത്. എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തു ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി. അടുത്തത് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ പറഞ്ഞു. ആര്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അടുത്തത് എന്താ? അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞേ? ത്രിഭാഷാ പദ്ധതി കൊണ്ടുവരണം, വിവിധോദ്ദേശ സ്കൂളുകൾ കൊണ്ടുവരണം, അധ്യാപക പരിശീലന പദ്ധതി കൊണ്ടുവരണം. അടുത്ത കമ്മീഷന്റെ പേരെന്താ? കോത്താരി കമ്മീഷൻ. അടുത്ത കമ്മീഷന്റെ പേരെന്താ? കോത്താരി. 1964 കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ കോത്താരി കമ്മീഷൻ എന്തൊക്കെയാ ശുപാർശ ചെയ്തേ? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. 10+2 +3 വിദ്യാഭ്യാസ രീതി കൊണ്ടുവരാൻ ശുപാർശ ചെയ്തു ഇദ്ദേഹം. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ തന്നെ എന്ത് വേണം? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്ന് പറഞ്ഞു. VHSC ഒക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അറിയാം അല്ലെ? ഇനി അടുത്തത് ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറഞ്ഞു. എന്താണ്? ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇനി ഈ കമ്മീഷനെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത് കോത്താരി കമ്മീഷനെയാണ്. അദ്ദേഹം 10+2 +3 വിദ്യാഭ്യാസം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറഞ്ഞു അല്ലെ? ഇനി അടുത്ത് നമ്മളോട് ചോദിക്കാം, സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള പഠനം മുഖ്യ വിഷയമായ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മുഖ്യ വിഷയമായത് ഏത് കമ്മീഷനാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ചുള്ള പഠനം, സെക്കൻഡറി എഡ്യൂക്കേഷന് ഊന്നൽ നൽകിയ കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷൻ. എന്താ പറയാ അപ്പൊ നമ്മൾ? മുതലിയാർ കമ്മീഷൻ. അടുത്തത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യമായ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം ലക്ഷ്യമായ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ്. അപ്പൊ ഇത്രയാണ് എന്താണ് പറയുന്നത്, വിദ്യാഭ്യാസ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ടിട്ട് PSC പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷൻ പോലെ തന്നെ 1857 വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ടീച്ചർ പറയുണ്ടായി. ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറ് വിപ്ലവത്തിന് ഓരോ സ്ഥലത്തും നേതൃത്വം നൽകിയത് ആര് എന്നൊക്കെയാണ്. അപ്പൊ ആ നേതൃത്വം നൽകിയ ആൾക്കാരുടെ പേര് നമുക്ക് അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും ഓർത്തു വയ്ക്കൂ, അറിയണ കുട്ടികളായിരിക്കും. എന്നാലും നിങ്ങൾ ഒരു റിവിഷൻ ആയിട്ട് ഇതിനെ എടുക്കുക. കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ആരാണ്? നാനാ സാഹിബ്. കാൺപൂരില് 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. അടുത്തത് ലക്നൗ ചോദിച്ചിട്ടുണ്ട്. ലക്നൗ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആഗ്ര ആയിക്കോട്ടെ, അതുപോലെ തന്നെ അയോധ്യ. ലക്നൗ, ആഗ്ര, അയോധ്യ
അതുപോലെ തന്നെ ഔദ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഔദ. ഇത്രയും സ്ഥലങ്ങളിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ലക്നൗ, ആഗ്ര, അയോധ്യ, ഔദ തുടങ്ങിയവയിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി അസമിൽ ആരാണ് നേതൃത്വം നൽകിയത്? അസമിൽ മണിറാം ദത്ത. അസമിൽ നേതൃത്വം നൽകിയത് ആരാണ്? മണിറാം ദത്തയാണ്. ആരാണ്? മണിറാം ദത്ത. അടുത്തത് ഡൽഹിയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഡൽഹിയിൽ ജനറൽ ഭക്ത്ഖാൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഡൽഹിയിൽ ഭക്ത്ഖാനും അതുപോലെ തന്നെ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനുമാണ്. അടുത്തത് ഹരിയാനയിൽ ആര് നേതൃത്വം നൽകി? ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാറാം. ഹരിയാനയിൽ നേതൃത്വം നൽകിയ ആൾ ആരാണ്? റാവു തുലാറാം. അടുത്തത് കോട്ടയിൽ നേതൃത്വം നൽകി ജയ്ദയാൽ. കോട്ടയിൽ ആരാണ്? ജയ്ദയാൽ. ഹരിയാന റാവു തുലാറാം, കോട്ട ജയ്ദയാൽ. അടുത്തത് ഝാൻസിയിൽ ആര് നേതൃത്വം നൽകി? ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി ആണ് എവിടെ നേതൃത്വം നൽകിയത്? ഝാൻസിയില്. മീററ്റിൽ ആര് നേതൃത്വം നൽകി? മീററ്റിൽ നേതൃത്വം നൽകിയ ആളുടെ പേര് കദം സിംഗ് എന്നാണ്. മീററ്റിൽ നേതൃത്വം നൽകി കദം സിംഗ്. അതുപോലൊരു സിംഗ് ആണ് മധുരയില് ദേവി സിംഗ് ആണ്. മധുരയിൽ ആരാണ്? ദേവി സിംഗ്. മീററ്റിൽ ആരാണ്? കദം സിംഗ് ആണ്. ഝാൻസിയിൽ മാത്രമല്ല ഗ്വാളിയോറിലും നേതൃത്വം നൽകേണ്ടായി ആര്? റാണി ലക്ഷ്മിബായി. ഗ്വാളിയോറിലും റാണി ലക്ഷ്മിബായി ഉണ്ട്. ഇവിടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, താന്തിയ തോപ്പി. ഗ്വാളിയോറില് റാണി ലക്ഷ്മിബായിയെ കൂടാതെ ആരുണ്ട്? താന്തിയ തോപ്പി കൂടി ഉണ്ടായിരുന്നു. അടുത്തത് അലഹബാദിലാണ്. അലഹബാദിൽ ആരാ ഉണ്ടായിരുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ലിയാഖത്ത് അലിയാണ്. അലഹബാദിൽ ആരാണ്? ലിയാഖത്ത് അലിയാണ് അലഹബാദില്. അതുപോലെ തന്നെ ഫൈസാബാദും കൂടെ നിങ്ങൾ പഠിക്കണം. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചേ മക്കളെ. 1857 റിവോൾട്ടിന് നേതൃത്വം നൽകിയത് കാൺപൂരിൽ നാനാ സാഹിബ്. ലക്നൗ, ആഗ്ര, അയോധ്യ, ഔദ തുടങ്ങിയവയിൽ ബീഗം ഹസ്രത്ത് മഹൽ. അസമിൽ മണിറാം ദത്ത. ഡൽഹിയിൽ ജനറൽ ഭക്ത്ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഹരിയാനയിൽ റാവു തുലാറാം. കോട്ടയിൽ ജയ്ദയാല്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഗ്വാളിയോറിലും റാണി ലക്ഷ്മിബായി, പക്ഷെ അവരുടെ കൂടെ താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. മീററ്റിൽ കദം സിംഗ്. മധുരയിൽ ദേവി സിംഗ്. അലഹബാദിൽ ലിയാഖത്ത് അലി. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. അപ്പൊ 2 ടോപ്പിക്കാണ്. ഉറപ്പാണ് ഈ 2 ടോപ്പിക്കിനെ കുറിച്ചും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ്. ഭംഗിയായിട്ട് പഠിക്കുക. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ചെയ്യും കേട്ടോ.